ഹലോ, എല്ലാവർക്കും മനുക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ഉണ്ടാക്കുവാൻ വളരെ എളുപ്പമുള്ള സ്ട്രോബെറി മിൽക്ക് ഷേക്ക്. ഇന്നത്തെ റെസിപ്പി സ്ട്രോബെറി മിൽക്ക് ഷേക്ക്. സ്ട്രോബെറി മിൽക്ക് ഷേക്കാ അമ്മ ഇന്ന് വിചാരിച്ചിട്ടേ ഉള്ളൂ, ഒന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. വേഗം പിടിച്ചോ, വേഗം പോയി അപ്പോൾ ഇതാ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സ്ട്രോബെറി എടുത്തിട്ടുണ്ട് ഞാൻ. സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് സ്ട്രോബെറി. അതിൻ്റെ മേലത്തെ പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുത്ത് നമുക്കിതാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയെടുക്കണം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം നമുക്ക്. എല്ലാം ദേ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയെടുത്തു. അതിനുശേഷം ദാ മിക്സിയുടെ വലിയ ജാർ എടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ജ്യൂസർ എടുക്കുക. ഞാൻ ദേ മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രോബെറി എല്ലാം മാറ്റി. അതിനുശേഷം നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. മധുരം കുറവ് ഇഷ്ടപ്പെടുന്നവർ കുറവ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ദാ നന്നായിട്ട് തിളപ്പിച്ചിട്ട് നന്നായി തണുപ്പിച്ച പാലാണ്, അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരിക. കണ്ടില്ലേ? എന്നിട്ട് അതിലേക്ക് 2 സ്പൂണോളം ഹോർലിക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐസ്ക്രീം ആഡ് ചെയ്തോളൂ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ബാലൻസ് ഉള്ള ആ നന്നായി തണുപ്പിച്ച പാൽ ഒന്നുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് സെർവിങ് ഗ്ലാസ് ആണ്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് സെർവ് ചെയ്യാം. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്? ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചു കൊടുക്കൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ നല്ലൊരു ഡ്രിങ്ക് ആണ് കേട്ടോ. സ്ട്രോബെറി കിട്ടുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇതുപോലെ സ്ട്രോബെറി വെച്ചു കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാം. Wow, it's an amazing strawberry milkshake. Please take it. Thank you. No, I will take it. Super. It's very refreshing, very cool, and it's very good for summer. Yes. Cheers! ഇനി നമുക്ക് മനുക്കുട്ടൻസ് കിച്ചൻ്റെ ഇന്നത്തെ താരങ്ങൾ ആരെല്ലാം എന്ന് നോക്കാം. ഇന്ന് 2 പേരാണ് മനുക്കുട്ടൻസ് കിച്ചൻ റെസിപ്പീസ് ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ആദ്യത്തേത് സ്പൈസി വെജിറ്റബിൾ ക്രീപ്പ് റോൾ ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് ജിഷ ജോബി, ആളൂർ, തൃശ്ശൂർ. താങ്ക് യു ജിഷ. അടുത്തത് കപ്പയും മത്തിയും ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് സ്മിത സുരേഷ്, പെരിഞ്ഞനം, തൃശ്ശൂർ. താങ്ക് യു സ്മിത സുരേഷ്. ഇനി നിങ്ങൾക്കും ഇതുപോലെ മനുക്കുട്ടൻസ് കിച്ചൻ റെസിപ്പീസ് ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മനുക്കുട്ടൻസ് കിച്ചന് അക്കൗണ്ട് ഉണ്ട്. ഫേസ്ബുക്ക് മെസഞ്ചർ വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ നിങ്ങൾക്ക് ഫോട്ടോകൾ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതായിരിക്കും. ഞങ്ങൾ അതെല്ലാം വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് മനുക്കുട്ടൻസ് കിച്ചന്റെ ഓരോ വീഡിയോസിലും അവയെല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡില് വേറൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ. താങ്ക് യു.